ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അവകാശവാദവുമായി BJP തിരുപ്പൂർ ജില്ലാ പ്രസിഡന്റ് KCMB ശ്രീനിവാസൻ 19 വോട്ട് CP രാധാകൃഷ്ണന് കൂടുതൽ ലഭിച്ചു. അതിൽ തിരുപ്പൂർ MPയും CPI നേതാവുമായ സുബ്ബരായന്റെ വോട്ടും ഉണ്ടാകും. സ്വന്തം നാട്ടുകാരൻ ഉപരാഷ്ട്രപതിയായി മത്സരിക്കുമ്പോൾ സുബ്ബരായനെ വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ലെന്നും KCMB ശ്രീനിവാസൻ 24 പറഞ്ഞു. இங்கே இருக்கிற எம்பியோட கட்சி எதிர்த்து ஓட்டு போடக்கூடிய சூழ்நிலையில் கூட நாங்கள் காலையில் ஒரு வேண்டுகோள் வச்சுருந்தோம். ஏன்னா இங்கத்த எம்பியும் CP ராதாகிருஷ்ணன் அவர்களும் பள்ளி பருவத்தில் முழுது KSC ஸ்கூலில் ஒன்றாக படித்தவர்கள். அந்த நினைப்பில் எப்படி இருந்தாலும் இவர் தோல்விக்கு ஓட்டு போட வேண்டாம், மண்ணின் மைந்தருக்கு ஓட்டு போடுங்கன்னு ஒரு வேண்டுகோளை கூட நாங்கள் திருப்பூர் மக்கள் சார்பாக வச்சுருந்தோம். 19 ஓட்டுக்கள் வேற எம்பிஸ் போட்டிருக்கிற காட்டி எங்கள் எம்பியும் போட்டிருப்பாருங்கிற ஒரு நம்பிக்கையில் அவருக்கும் இந்த நேரத்தில் எங்களது நன்றிகளை திருப்பூர் மக்களின் சார்பாக. നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തിരുപ്പൂര് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, തിരുപ്പൂരിൽ വലിയ ആഘോഷമായിരിക്കുമല്ലോ ഇപ്പോൾ, പ്രത്യേകിച്ച് ആ മണ്ണിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി വരുന്നു എന്നുള്ളത് ചരിത്രമായല്ലോ. തീർച്ചയായും തൊഴിൽ നഗരമെന്നാണ് തിരുപ്പൂരിനെ അവർ വിശേഷിപ്പിക്കുന്നത്. ആ തൊഴിൽ നഗരത്തിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി, രാജ്യത്തിന്റെ ഒരു പ്രഥമ പുരുഷന്റെ തൊട്ടു താഴെയുള്ള ഒരാളിലേക്ക്, ഒരു പോസ്റ്റിലേക്ക് ഒരാൾ വരുന്നു. അത് പ്രധാനപ്പെട്ട BJPയുടെ നേതാവ് എന്ന തരത്തിലാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, അല്പസമയം മുൻപ് നമ്മൾ കാണിച്ച ബൈറ്റ് ഇവിടുത്തെ തിരുപ്പൂരിലെ ജില്ലാ പ്രസിഡന്റ് KCMB ശ്രീനിവാസന്റേതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാകട്ടെ, ഇവിടുത്തെ CPIയുടെ MP അദ്ദേഹവും അതുപോലെ തന്നെ CP രാധാകൃഷ്ണനും ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. അവരുടെ വോട്ട് കൂടി ലഭിച്ചിരിക്കുമെന്നാണ്. ഇവിടെ ഇപ്പോഴും BJP പ്രവർത്തകർ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വസതിയാണ് നമുക്ക് തൊട്ടുപുറകിൽ കാണുന്നത്. BJP പ്രവർത്തകർ ഇപ്പോഴും തുടരുന്നുണ്ട്. മഹിളാ മോർച്ചയുടെ ഒക്കെ നേതാവായ ധനഭാഗ്യമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങൾ നിനക്കര ഉങ്ക MP സുബ്രായൻ അന്താൾ കൂടി ஓட்டு போடுன்னு நினைக்கிறோம். ஏன்னா அவர் சின்ன வயசுல இருந்து CP ராதா அண்ணன் கூட படிச்சவர். அதனால அவர் கண்டிப்பா அவருக்கு ஓட்டு போட்டுருவாரு நாங்க நம்புறோம். திருப்பூர் மக்கள் நம்புறோம் நாங்க அவரோட சார்பா. எப்படி இருக்கு? ரொம்ப சந்தோஷமா இருக்கு. எங்களுக்கு CP ராதாகிருஷ்ணன் துணை ஜனாதிபதியா வந்தது எங்களுக்கெல்லாம் ரொம்ப சந்தோஷமா இருக்கு. அவர் வந்தது எங்களுக்கு இந்த தமிழர், ஒவ்வொரு உண்மையான தமிழனுக்கும் இந்த தமிழகத்துக்கும் தமிழுக்கு ஆதரவா? ஆமா, கண்டிப்பா எல்லாருக்கும் ஆதரவு தான். தமிழ் மக்கள் அனைவரும் சார்பாகவும் அவர் துணை ஜனாதிபதியா இருக்கிறது எங்களுக்கெல்லாம் ரொம்ப சந்தோஷமா இருக்குது. இതാണ് അവരുടെ പ്രവർത്തകർ നേതാക്കളൊക്കെ ചേർന്നത്. எப்படி இருக்குன்னா என்ன சொல்லுங்க? വളരെ സന്തോഷമുണ്ട്. മലയാളം കുറച്ചൊക്കെ അറിയും. വളരെ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം തിരുപ്പൂർക്കാരൻ എന്ന നിലയിലും അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാർ എന്നിട്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് അല്ലാതെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒരു അലുമിനിയാണ് അദ്ദേഹം. KC സ്കൂൾ എന്ന് പറയും, ഇവിടെ തിരുപ്പൂരിലുണ്ട്. അതിൻ്റെ അലുമിനിയാണ്. അദ്ദേഹം SPയിലായി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ SPയിലായിട്ട് ഇപ്പോൾ തുണை. எவ்வளோ நாளாச்சு இங்கே வந்து போயிடுச்சு? எவ்வளோ நாளாச்சு? யார்? அந்த CPR ഇവിടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഇവിടെ അടിക്കടി ഇവിടെ വരും പോവും. അദ്ദേഹം ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഗവർണർ ഉണ്ടായിരുന്നിട്ട് കൂടി അടിക്കടി വന്നിട്ട് പോയി. 15 ദിവസം മുൻപ് അദ്ദേഹം ഈ വീട്ടിൽ വന്നുപോയി. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാവ് ജാനകിയമ്മൾ മാത്രമേ ഉള്ളൂ. അല്പസമയം മുൻപ് CP കുമരേശൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, നമ്മളോട് സംസാരിച്ചിരുന്നു. മാതാവിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത്. അവർക്ക് ചില ഇൻഫെക്ഷനൊക്കെ സംഭവിക്കുമെന്ന് ഭയമുണ്ട്. വയസ്സായ വാർദ്ധക്യ ബാധിച്ച ആളാണ്, അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. എന്നാലും BJP പ്രവർത്തകർ ആവേശത്തിലാണ്. പടക്കം പൊട്ടിച്ചു, ലഡു വിതരണം, ലഡുവും ജിലേബിയും ഒക്കെ നാട്ടുകാർക്ക് മധുര വിതരണമൊക്കെ നടത്തിയിരുന്നു. അല്പസമയം മുൻപ് ഈ വഴി, ഷെറീഫ് നഗറിലെ ഈ വഴി പൂർണ്ണമായി ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ഒരു സന്തോഷമാണ്. തമിഴ്നാടിന് ലഭിച്ച ആദരം, സൗത്ത് ഇന്ത്യക്ക് ലഭിച്ച ആദരം, ദക്ഷിണേന്ത്യക്ക് ലഭിച്ച ആദരം എന്നാണ് ഇവിടുത്തെ BJP പ്രവർത്തകർ പറയുന്നത്. ഇപ്പോഴും BJP പ്രവർത്തകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ഇവിടുത്തെ BJP പ്രവർത്തകരും നാട്ടുകാരും ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. നിയുക്ത ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ജന്മസ്ഥലമായ തിരുപ്പൂരിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേർന്ന്. ശ്രീജിത്ത്, താങ്ക് യു.